സമസ്ത മുഷവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ പോലീസ് കേസ്. സാമൂഹ്യ പ്രവർത്തക വി.പി. സുഹറ നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. തട്ടമിടാത്ത സ്ത്രീകളെ അവഹേളിച്ചെന്ന പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വിശദാംശങ്ങൾ. രോഹിണി, ഒരു ചാനൽ ചർച്ചയിൽ വെച്ചാണ് സമസ്തയുടെ മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കം തട്ടമിടാത്ത സ്ത്രീകളെല്ലാം അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശം നടത്തിയത്. ഇത് പിന്നീട് വലിയ വിവാദമാകുകയും സാമൂഹ്യ പ്രവർത്തകയായ വി.പി. സുഹറ ഇതിനെതിരെ ഒരു പൊതുപരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ തട്ടം ഒരു പ്രതിഷേധിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. പിന്നീട് സുഹറ തന്നെയാണ് ഈ രീതിയിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ 2 നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഏതാണ്ട് 3 മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഗുരുതര വകുപ്പുകൾ, അത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് സംസ്ഥാന മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. IPC 295A 298A വകുപ്പുകൾ പ്രകാരം മതസ്പർദ്ധയുണ്ടാക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് സമസ്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സമസ്ത നേതാവും SYSന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഈ കേസെടുത്തതിലെ പ്രതിഷേധം അറിയിക്കുമെന്ന്, സർക്കാരിനെ അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം സ്ത്രീകളെ അവമാനിക്കാവുന്ന രീതിയിലുള്ള പരാമർശമല്ല നടത്തിയത്. ഈ തട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മതനിയമത്തെ പറ്റി പറഞ്ഞതാണ്. അത് സ്ത്രീകളെ അവമാനിക്കാനല്ല എന്ന് തന്നെയാണ് കരുതുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ സമസ്ത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഈ കേസെടുത്തത് ഏറെ വൈകിയാണെങ്കിലും അതൊരു വലിയ വിജയമായിട്ട് തന്നെയാണ് ഈ സ്ത്രീ സംഘടനകളൊക്കെ കാണുന്നത്. പ്രത്യേകിച്ച് തട്ടമിടാത്ത സ്ത്രീകളെല്ലാവരും അഴിഞ്ഞാട്ടക്കാരികളാണെന്നുള്ള പരാമർശം അത് മുസ്ലിം സ്ത്രീകളെ ആകെ അപമാനിക്കുന്നതാണ്, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വി.പി. സുഹറ അടക്കമുള്ള ഈ വനിതാ അവകാശ പ്രവർത്തകരൊക്കെ പ്രതികരിച്ചതും അവർ ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോയതും. എന്തായാലും കേസെടുക്കാൻ വൈകിയതിനെ പറ്റി ഏറെക്കാലം വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പോലീസിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ നേരിട്ട് കേസെടുക്കാത്തത് എന്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. അതും ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.